എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ സെറ്റ് സുവോളജി സിലബസ് മൊത്തം തന്നെ കവേർഡ് ആവുന്ന പ്രധാനപ്പെട്ട MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷന് തീർച്ചയായിട്ടും ഈ ഒരു MCQs നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ടേം ടാക്സൺ റെഫേഴ്സ് ടു. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ടാക്സോണമി ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ടാക്സൺ എന്ന ടേം എന്താണത്? Option A, group of related species only. Option B, a type of living organism. Next option, a taxonomic group of any ranking. And option D, the study of classification. Here the right answer is taxon means it is a taxonomic group of any ranking. Question, classification based on genetic and evolutionary relationship is. Options, phonetics, biosystematics, numerical taxonomy and cladistics. ഇത് ക്ലിയർ ആയിട്ട് ഉത്തരം ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാഡിസ്റ്റിക്സ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജെനറ്റിക് ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. The next question, which species is the smallest of the true honeybees and it is known as little bee? Options, Apis florea, Apis dorsata, Apis cerana indica, Apis mellifera. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് Apis florea ആണ്. എപ്പിക്സ് ഫ്ലോറയാണ് ലിറ്റിൽ ബി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എപ്പിക്സ് ഫ്ലോറിയ, ലിറ്റിൽ ബി. ദെൻ എപ്പിക്സ് ഡോർസേറ്റ. എപ്പിക്സ് ഡോർസേറ്റ ആണെങ്കിൽ റോക്ക് ബി അല്ലെങ്കിൽ ജയൻ ബി എന്നറിയപ്പെടുന്നത്. ദെൻ എപ്പിക്സ് സെറാന ഇൻഡിക്ക ആണ് ഇന്ത്യൻ ബി. ഇറ്റ് ഈസ് ദി ഇന്ത്യൻ ബി. ദെൻ എപ്പിക്സ് മെല്ലിഫറ. എപ്പിക്സ് മെല്ലിഫറയാണ് യൂറോപ്യൻ ഹണിബി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ 4 സ്പീഷീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം എപ്പിക്സ് ഫ്ലോറിയാണ്. വിച്ച് ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇസ് യൂസ്ഡ് ബൈ മെനി മൊളസ്ക് ഫോർ ഫീഡിംഗ്. അപ്പോൾ മൊളസ്കില് ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന റാസ്പിംഗ് ഓർഗൻ ഏതാണ്? ഓപ്ഷൻ സ്റ്റിനീഡിയ, റാഡുല, ഓസ്ഫ്രാഡിയം, പാരപ്പോഡിയം. ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത് റാസ്പിംഗ് ഓർഗൻ ഇസ് ദി റാഡുല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ഇതേപോലെ തന്നെ ഓരോ ഫൈലത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഓർഗൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പഠിക്കണം. സ്റ്റിനീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ റാഡുല ഓഫ് കോഴ്സ് ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന റാസ്പിംഗ് ഓർഗൻ. ദെൻ ഓസ്ഫ്രാഡിയം ഇതും മൊളസ്കയിൽ തന്നെ കാണുന്നതാണ്. കീമോ റെസെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇൻ ദ കേസ് ഓഫ് മൊളസ്ക. ദെൻ പാരാപ്പോഡിയം എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതിലാണ്? ഇത് അനലിഡയിലാണ് കാണുന്നത്. അനലിഡയിൽ മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പാരാപ്പോഡിയം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ശരി ഉത്തരം റാഡുലയാണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് ക്ലാസ് ഡസ് ദി എലിഫന്റ് ടസ്ക് ഷെൽ ഓർ ദി ഡെന്റാലിയം ബിലോങ്? ഇവിടെ 4 ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ്ട്രോപോഡ, ബൈവാൽവിയ, സ്കാപ്പോപോഡ, സെഫാലോപോഡ. ഈ പറയുന്നതെല്ലാം ഫൈലം മൊളസ്കയിൽ വരുന്ന ക്ലാസ്സസ് ആണ്. ഇവിടെ നമ്മുടെ ശരി ഉത്തരം ഡെന്റാലിയം ബിലോങ് ചെയ്യുന്നത് ഫൈലം സ്കാപ്പോപോഡയിലാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഡെന്റാലിയം അല്ലെങ്കിൽ എലിഫന്റ് ടസ്ക് ഷെൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ഗ്യാസ്ട്രോപോഡ. ഇതിന്റെ എല്ലാ എക്സാമ്പിൾസ് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ ഗ്യാസ്ട്രോപോഡ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്നത് സ്നെയിലാണ്. സ്നെയില്, സ്ലഗ് അതെല്ലാം. ഹിയർ ദ ബോഡിക്ക് ഷെല്ല് പ്രസന്റ് ആയിരിക്കും, സ്പൈറൽ കോയിലിംഗ് എല്ലാം കാണിക്കുന്നുണ്ട്. ബൈവാൽവിയ എന്ന് പറയുമ്പോൾ പെർണ അതിൽ വരുന്ന എക്സാമ്പിൾ ആണ്, ലൈക്ക് പെർണ ഇൻഡിക്ക. Here the body will be enclosed by a shell into hinged part which will be held together by muscle. Then cephalopoda. ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷെല്ല് പ്രസന്റ് ആയിരിക്കും, ബട്ട് ഇറ്റ് ക്യാൻ ബി ഐദർ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഷെല്ല് ആബ്സെന്റ് ആയിട്ടുള്ള കേസസും ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒക്ടോപ്പസ്, അതേപോലെ തന്നെ സെപ്പിയ, ഇതെല്ലാം സെഫാലോപോഡയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. സോ നമ്മുടെ ശരി ഉത്തരം സ്കാപ്പോപോഡയാണ്, ഓപ്ഷൻ സി. അടുത്തത് ഫൈലം എക്കൈനോഡെർമേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ക്ലാസ് ഓഫ് എക്കൈനോഡെർമേറ്റ കണ്ടെയ്ൻ ആനിമൽസ് വിത്ത് അരിസ്റ്റോട്ടിൽസ് ലാൻഡൻ? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അരിസ്റ്റോട്ടിൽസ് ലാൻഡ്. റിപ്പീറ്റിംഗ് ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ക്ലാസ്സസ് നോക്കുക. ആസ്റ്ററോയിഡെ, ഓഫിയൂറോയിഡെ, ക്രിനോയിഡെ, എക്കിനോയിഡെ. ഇപ്പം ഇവിടെ ഓരോന്നും നമുക്ക് നോക്കാം. ആസ്റ്ററോയിഡെ എന്ന് പറയുമ്പോഴേക്കും ഇതിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഓരോ ക്ലാസ്സിൽ വരുന്ന ലാർവൽ ഫോംസ്. ആസ്റ്ററോയിഡിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് സീ സ്റ്റാർ, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ വരുന്ന ലാർവൽ ഫോം ഏതാണ്? ബൈപിനേരിയ. ലാർവൽ ഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. ദെൻ ഓഫിയൂറോയിഡിയ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്ന ബ്രിട്ടിൽ സ്റ്റാർ ആണ്. ബ്രിട്ടിൽ സ്റ്റാർ.
ദെൻ അതേപോലെ തന്നെ അതിന്റെ ലാർവൽ ഫോം എന്ന് പറയുന്നത് ഓഫിയോപ്ലൂട്ടിയസ് ആണ്. ദെൻ ഓപ്ഷൻ സി ക്രിനോയിഡേ. ഇതിൽ എക്സാമ്പിൾ ആയിട്ട് സീ ലില്ലി പറയാം, സീ ലില്ലി. ആൻഡ് ഓൾസോ ദി ലാർവൽ ഫോം ഈസ് ഡോളിയോലാരിയ. ലാർവൽ ഫോംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് അരിസ്റ്റോട്ടിൽസ് ലാൻഡൺ എക്കൈനോഡെർമേറ്റയുടെ ഏത് ക്ലാസ്സിലാണ് വരുന്നത്? എക്കിനോയിഡേ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സോ അതേപോലെ തന്നെ എക്കിനോയിഡയുടെ ലാർവൽ ഫോമും കൂടി നമുക്ക് നോക്കാം. ദ ലാർവൽ ഫോം ഈസ് എക്കിനോപ്ലൂട്ടിയസ് ആണ്. എക്കിനോപ്ലൂട്ടിയസ് is the larval form. So here the right answer is option D. Question: what is the primary function of bile in the digestive process? Option: breaking down protein, emulsifying fat, neutralizing stomach acid, digesting starch. So ഇവിടെ ബൈലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റ് എമൽസിഫിക്കേഷൻ ആണ്. അതായത് ഫാറ്റിനെ ഇതേപോലെ തന്നെ ബൈലിന്റെ സഹായത്തോടെ ചെറിയ ചെറിയ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറ്റുക. അതാണ് എമൽസിഫിക്കേഷൻ. അപ്പൊ അത് ബൈലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി is the right answer. Question: which cell type in the stomach is responsible for secreting intrinsic factor? Option: chief cell, parietal cell, G cell, mucus cell. ഈ പറയുന്ന സ്റ്റൊമക്കിന്റെ ഡിഫറെന്റ് സെൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓരോന്നിന്റെ ഫങ്ഷൻസ് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഏതാ? ചീഫ് സെൽ. ചീഫ് സെൽ അല്ലെങ്കിൽ പെപ്റ്റിക് സെൽസ്. അപ്പൊ ഇത് സെക്രേറ്റ് ചെയ്യുന്നത് നോക്കുക. ചീഫ് സെല്ല് പെപ്സിനോജൻ ആണ് മെയിൻലി അത് സെക്രേറ്റ് ചെയ്യുന്നത്. ദെൻ parietal cell. parietal cell സെക്രേറ്റ് ചെയ്യുന്നത് HCl, അതേപോലെ തന്നെ ഇൻട്രിൻസിക് ഫാക്ടർ രണ്ടും ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഉത്തരം ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു അല്ലെ. ഇൻട്രിൻസിക് ഫാക്ടർ സെക്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് ദി parietal cell, ഓപ്ഷൻ ബി. ഇനി അടുത്ത നോക്കുക ജി സെൽ. ജി സെല്ലിന്റെ ഫംഗ്ഷൻ ഇറ്റ് സെക്രേറ്റ് ഗ്യാസ്ട്രിൻ. ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഗ്യാസ്ട്രിക് ആസിഡിന്റെ സെക്രേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. മ്യൂക്കസ് സെൽ ആണെങ്കിൽ മ്യൂക്കസ് സെക്രേഷൻ ആണ് അവിടെ വരുന്നത്. സോ ഇവിടെ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി parietal സെൽസ് ആണ്. ദെൻ parietal സെൽസ് തന്നെയാണ് ഓക്സിൻറ്റിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേരുകളും ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് parietal എന്നായിരിക്കില്ല ചോദിക്കുന്നത്. അതേപോലെ തന്നെ ചീഫ് സെൽ ആണെങ്കിൽ പെപ്റ്റിക് സെല്ല് അല്ലെങ്കിൽ സൈമോജൻ സെല്ല്, ഈ ഒരു പേരൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ ഒരു പേരിലും ചിലപ്പോൾ ചോദിക്കാം. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചോദ്യം മമേലിയൻ ഹാർട്ട് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കൽ? ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കൽ ഇൻ ബിറ്റ്വീൻ കാണുന്ന ഓപ്പണിംഗ് ഏതാണ്? ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. അതല്ല ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിലോ ട്രൈകസ്പിഡ് വാൽവ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ മിട്രൽ വാൽവ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ബൈകസ്പിഡ്. ചിലപ്പോൾ ബൈകസ്പിഡ് എന്നായിരിക്കും ചോദിക്കുന്നത്. സോ അത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. റൈറ്റ് സൈഡ് ആണെങ്കിൽ ഉത്തരം എന്ത് വന്നേനെ? ട്രൈകസ്പിഡ് വാൽവ് വന്നേനെ. എയോട്ട ആൻഡ് പൾമണറി എന്ന് പറയുന്നത് ഡയറക്റ്റ് അതിന്റെ പേര് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്, എയോട്ടിക് ആൻഡ് പൾമണറി വാൽവ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടോപ്പിക് മമേലിയൻ ഹാർട്ട് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം എപ്പോഴും വരാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. സോ ഡയഗ്രാം വെച്ചിട്ട് നല്ല തറവായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. Which type of white blood cell is most abundant in human blood? സോ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ തന്നെ വരുന്ന ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽ, ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അതും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ ഓപ്ഷൻസിൽ ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, ബേസോഫിൽസ് വരുന്നുണ്ട്. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ സി ന്യൂട്രോഫിൽ ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്ന വൈറ്റ് ബ്ലഡ് സെൽ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള സെൽസിന്റെ എല്ലാ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം, ലിംഫോസൈറ്റ്സ്. ഇപ്പൊ ലിംഫോസൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ലിംഫോസൈറ്റിന്റെ ന്യൂക്ലിയസ് വളരെ ലാർജ് ആണ് അല്ലെ. ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും ലിംഫോസൈറ്റിൽ കാണുന്നത്. ദെൻ മോണോസൈറ്റ് ആണെങ്കിലോ, മോണോസൈറ്റിന്റെ പ്രത്യേകത അവർക്കൊരു കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് വരുന്നുണ്ട് അല്ലെ. കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് മോണോസൈറ്റിൽ വരുന്നുണ്ട്. ദെൻ മറ്റൊരു ഫീച്ചർ മോണോസൈറ്റിനുള്ളത് ഡയാപെഡിസസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ദി മോണോസൈറ്റ് ദേ വിൽ ലീവ് ദി ബ്ലഡ് സ്ട്രീം ആൻഡ് ദേ വിൽ ബിക്കം മാക്രോഫേജസ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. മാക്രോഫേജസ് ആയിട്ട് മാറുന്നുണ്ട്. ന്യൂട്രോഫിൽ ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽ. ദെൻ അതേപോലെ തന്നെ ബേസോഫിൽ. ബേസോഫിലിന്റെ പ്രത്യേകത എന്താണ്? ബേസോഫിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ. അലർജിക് റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബേസോഫിൽസ് ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അതിന്റെ ഗ്രാന്യൂൾസിൽ ഹിസ്റ്റമീൻസ് പോലെയുള്ള ഹിസ്റ്റമീൻസ് എല്ലാം പ്രസന്റ് ആണ്. ആൻഡ് ഹിസ്റ്റമീൻസ് മാത്രമല്ല, ലൈക്ക് ഹിസ്റ്റമീൻ, അതേപോലെ തന്നെ ഹെപ്പാരിൻ ഇതിന്റെ ഗ്രാന്യൂൾസിൽ പ്രസന്റ് ആണ്. അലർജിക് റിയാക്ഷന്റെ സമയത്ത് ഹിസ്റ്റമീൻസും ഹെപ്പാരിനും ആയിരിക്കും റിലീസ് ചെയ്യുന്നത്.
സോ ദ റൈറ്റ് ആൻസർ ഈ ഒരു ചോദ്യത്തിന്റെ ഓപ്ഷൻ സി ആണ്. Question: DNA synthesis take place in which phase of cell cycle? ഈ ഒരു ടോപ്പിക് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഡയഗ്രാമിൽ നോക്കുക, ഈ സെൽ സൈക്കിളിന്റെ ഡിഫറെന്റ് ഫേസസ് കൊടുത്തിട്ടുണ്ട്. G1, S, G2 ആൻഡ് M. ഇതാണ് ഒരു ഓർഡറിൽ വരുന്നത്, G1S, G2M. അപ്പൊ ഇതിലെ DNA സിന്തസിസ് ഏത് ഫേസിലാണ് നടക്കുന്നത്? ഇത് റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, എസ് ഫേസ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. DNA സിന്തസിസ് നടക്കുന്നത് എസ് ഫേസിലാണ്. അതേപോലെ തന്നെ ഡിവിഷൻ ഫേസ് ആണ് എം ഫേസ് ആയിട്ട് വരുന്നത്. മൈറ്റോസിസ്, മിയോസിസ് എല്ലാം അല്ല, വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ ഡിവിഷൻ ഫേസ് വരുന്നുള്ളൂ. ഈ ഒരു ചോദ്യം ബയോകെമിസ്ട്രിയുടെ കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. C4 എപ്പിമർ ഓഫ് ഡീഗ്ലൂക്കോസിസ്. ഓപ്ഷൻസിൽ മാനോസ്, അരാബിനോസ്, സൂക്രോസ്, ഗാലക്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ, മാനോസിന്റെ, അതേപോലെ തന്നെ ഗാലക്ടോസിന്റെ. അപ്പൊ ഇവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ നമ്പറിംഗ് ഓർത്ത് വയ്ക്കുക. കാർബണിന്റെ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അതേപോലെ തന്നെ സിക്സ്ത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഗ്ലൂക്കോസ് മെയിൻ സ്ട്രക്ചർ ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം മാനോസും ഗാലക്ടോസും. അപ്പൊ ഇതില് വ്യത്യാസം വന്നിരിക്കുന്നത് ഏതൊക്കെ പൊസിഷൻ ആണെന്നുള്ള നോക്കുക. ഡി ഗ്ലൂക്കോസും മാനോസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് രണ്ടാമത്തെ പൊസിഷൻ ആണെന്ന് ക്ലിയർ ആവുമല്ലോ അല്ലെ? രണ്ടാമത്തെ പൊസിഷനിൽ ഗ്ലൂക്കോസും മാനോസും തമ്മിൽ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സിമിലർ ആണ്. അപ്പൊ അതിനർത്ഥം മാനോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. മാനോസ് എന്ന് പറയുന്ന C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. പക്ഷെ നമ്മുടെ ചോദ്യം C4 എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ് ഏതാണെന്നാണ്. ഇതേപോലെ തന്നെ ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ കമ്പയർ ചെയ്യാം. ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏത് പൊസിഷനിലാണ് ചേഞ്ച് വന്നതെന്ന് നോക്കാം. സോ ക്ലിയർലി നമുക്കറിയാം നാലാമത്തെ പൊസിഷനിലാണ് ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പൊ നാലാമത്തെ പൊസിഷൻ, സോ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഉത്തരം ലഭിച്ചു. C4 എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗാലക്ടോസ് ആണ്. സോ C4 അതേപോലെ തന്നെ C2 ഓർത്ത് വയ്ക്കുക. നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ഗാലക്ടോസ് ആണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മാനോസ് ആയിരുന്നുവെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് C4 എപ്പിമർ അവിടെ C2 ആയേനെ. അടുത്ത ചോദ്യം ജനറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫിനോടൈപ്പിക് റേഷ്യോ ഓഫ് റെസസീവ് എപ്പിസ്റ്റാസിസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ 9:4:3, 12:3:1, 9:7, 15:1. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം നോക്കാം കേട്ടോ. റെസസീവ് എപ്പിസ്റ്റാസിസ് നോക്കുക. ശരി ഉത്തരം എന്ന് പറയുന്നത് 9:4:3 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോർമലി ഒരു ഡൈഹൈബ്രിഡ് മെന്റേലിയൻ റേഷ്യോ ആണ് ആദ്യം അറിഞ്ഞിരിക്കുന്നത്. 9:3:3:1 ഓർത്ത് വയ്ക്കുക. ഇതില് റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഈ ലാസ്റ്റ് വന്ന 3ഉം 1ഉം ഒന്ന് ആഡ് ചെയ്താൽ മതി. സോ നമുക്ക് അവിടെ 9:3:4 അവിടെ ലഭിച്ചു. ഈ ഒരു റേഷ്യോ തന്നെയാണ്. സോ ഇതാണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ ഇതേപോലെ ബാക്കിയെല്ലാം പഠിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് റെസസീവ് എപ്പിസ്റ്റാസിസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഡൈഹൈബ്രിഡ് മെന്റേലിയൻ റേഷ്യോ നോക്കുക. ഡ്യൂപ്ലിക്കേറ്റ് റെസസീവ് എന്ന് പറയുന്നത് അവസാനത്തെ 3 തമ്മിൽ ആഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് 9:7. അതേപോലെ തന്നെ ഡോമിനന്റ് എപ്പിസ്റ്റാറ്റിസ് നോക്കുക. 9:3:3:1. ഡോമിനന്റ് ആണെങ്കിൽ ആദ്യത്തെ 2 തമ്മിൽ ആഡ് ചെയ്യുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ഡോമിനന്റ് ആണെങ്കിൽ അവിടെ ഇതേപോലെ തന്നെ ആദ്യത്തെ 3 ആഡ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 15:1. ഈ റേഷ്യോസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം ചോദിക്കാറുള്ളതാണ്. സോ ഇത് ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിലും ഈ ഒരു രീതിയിൽ ഇത് പഠിച്ചു വയ്ക്കാം. സോ ഇവിടുത്തെ ശരി ഉത്തരം റെസസീവ് എപ്പിസ്റ്റാസിസ് ശരി ഉത്തരം 9:4:3 ആണ്. അടുത്ത ചോദ്യം എക്കോളജിക്കൽ റൂൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചോദ്യം നോക്കുക. ജനറൽ ഇൻക്രീസ് ഇൻ ആവറേജ് ബോഡി മാസ് ഓഫ് ആനിമൽ പോപ്പുലേഷൻ വിത്തിൻ എ സ്പീഷീസ് വിത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ അലൻസ് റൂൾ, ബർഗ്മാൻസ് റൂൾ, അലി എഫക്ട്, ഹാമിൽട്ടൺസ് റൂൾ. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബർഗ്മാൻസ് റൂൾ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത് വളരെ എളുപ്പമാണ്. മാത്രമല്ല എക്കോളജിക്കൽ റൂളൊക്കെ സ്ഥിരമായിട്ട് സെറ്റിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഡയഗ്രാമിൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും. ബർഗ്മാൻസ് റൂൾ നോക്കുക. ഇവിടെ ബേർഡ് കൊടുത്തിട്ടുണ്ട്, വാമ ഏരിയ, അതേപോലെ തന്നെ കോൾഡ് ഏരിയ. 2 കണ്ടീഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വാമ ഏരിയ അതേപോലെ തന്നെ കോൾഡ് ഏരിയ. ഇതിലെ ബേർഡ് വാം ഏരിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സൈസ് കുറവാണ്. കോൾഡ് ഏരിയയിലേക്ക് പോകുന്നതോടെ സൈസ് കൂടി. അത് തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇൻക്രീസ് ഇൻ ആവറേജ് ബോഡി മാസ് ഓഫ് ആനിമൽ പോപ്പുലേഷൻ വിത്തിൻ എ സ്പീഷീസ് വിത്ത് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് കൂടുന്തോറും അവരുടെ ബോഡി മാസ് കൂടുന്നു. ദാറ്റ് ഇസ് ബർഗ്മാൻസ് റൂൾ. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് റൂൾ അലൻസ് റൂൾ ആണ്. അലൻസ് റൂൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് റാബിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇവരുടെ ബോഡി എസ്റ്റിമേറ്റ് ആണ്. ബോഡി എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവരുടെ ആ ഒരു ഇയർ നോക്കുക, ചെവി. ഇതിൽ നോക്കിയ സൈസ് വലുതാണ്, ഇതൊരു സൈസ് കുറഞ്ഞു.
അപ്പൊ ഇവിടെ സൈസ് വീണ്ടും കുറഞ്ഞു. കോൾഡ് ഏരിയ, അതേപോലെ തന്നെ വാം ഏരിയ. പലൻസ് റൂൾ പറയുന്നത് ബോഡി മാസ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ പറയുന്നത് ഏതാണ്? ബോഡി എക്സ്ട്രിമിറ്റീസ് ആണ്. ബോഡി എക്സ്ട്രിമിറ്റീസിന് ഒരു ഉദാഹരണമാണ് ഈ ഇയർ വരുന്നത്. അപ്പൊ ബോഡി എക്സ്ട്രിമിറ്റീസ് നോക്കിയേ, കോൾഡർ ഏരിയാസിൽ കുറവാണ്, അതേപോലെ തന്നെ വാം ഏരിയസിലേക്ക് വരുന്നവരെ സെയിം സ്പീഷീസിന്റെ തന്നെ ബോഡി എക്സ്ട്രിമിറ്റിന്റെ സൈസ് കൂടും. ദാറ്റ് ഈസ് അലൻസ് റൂൾ. എക്കോളജിക്കൽ റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം എല്ലാവരും എല്ലാ റൂൾസും പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആനിമൽ ഡൈവേഴ്സിറ്റി നോൺ കോർഡേറ്റ് എന്ന് വരുന്ന ഒരു ഭാഗമാണ്. മാച്ച് ദ ഫോളോയിങ് ലാർവൽ ഫോംസ് വിത്ത് ഫൈല ദാറ്റ് ദേ ഒക്കർ ഇൻ. ലാർവ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റെസ്പെക്റ്റീവ് ഫൈലത്തിനോട് മാച്ച് ചെയ്യണം. സോ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ലാർവയും അവരുടെ ഫൈലവും ചോദ്യം വരാറുണ്ട്. ലാർവ കൊടുത്തിരിക്കുന്ന ആംഫിബ്ലാസ്റ്റുല, നൗപ്ലിയസ്, ക്ലോച്ചീഡിയം, ബൈപ്പിനേരിയ. ഫൈലം മൊളസ്ക, എക്കൈനോഡെർമേറ്റ, പോറിഫറ, ആർത്രോപോഡ, അന്നലിഡ. ഇതിൽ നമുക്ക് നോക്കാം. ആംഫിബ്ലാസ്റ്റുല എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഫൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോറിഫറയാണ് ശരി ഉത്തരം. നൗപ്ലിയസ് ആണെങ്കിലോ ഇറ്റ് ഈസ് ദി ലാർവൽ ഫോം ഓഫ് ആർത്രോപോഡ. ക്ലോച്ചീഡിയം ലാർവൽ ഫോം ഓഫ് ഫൈലം മൊളസ്ക. ബൈപ്പിനേരിയ ആണെങ്കിലോ ബൈപ്പിനേരിയ ഇറ്റ് ഈസ് ദി ലാർവൽ ഫോം ഓഫ് ഫൈലം എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റയുടെ പ്രത്യേകത അവിടെ ക്ലാസ്സസ്, ഓരോ ക്ലാസ്സസിലും സെപ്പറേറ്റ് ആയിട്ട് ലാർവൽ ഫോംസ് ഉണ്ട്, കോമൺ ആയിട്ടല്ല. ഓരോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിനും ലാർവൽ ഫോംസ് വ്യത്യാസമുണ്ട്. അപ്പൊ അതെല്ലാം ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? A3. A3 തന്നെ അവിടെ ഒരു ഉത്തരം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ശരി ഉത്തരം ഏതാണ്? ഫസ്റ്റ് വൺ A3, P4, C1 and D2. The next question is from biostat. The problem ആണ് the sum of squares of deviation for 10 observation taken from mean 50 is 250, then the coefficient of variation is. So coefficient of variation കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് CV, that is standard deviation by mean into 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന നോക്കുക. ചോദ്യത്തിൽ ഇവിടെ മീൻ തന്നിട്ടുണ്ട്. മീൻ ഈസ് 50. സോ മീൻ നമുക്ക് ലഭിച്ചു, ദാറ്റ് ഈസ് 50 ആണ്. ഇനി നമുക്ക് ലഭിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? The sum of squares of deviation for 10 observation taken from mean 50 is 250. ഇപ്പൊ ഡീവിയേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is equal to root of ചോദ്യത്തിൽ തന്നിരിക്കുന്ന 250 divided by 10. സോ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് റൂട്ട് ഓഫ് 25, that is 5 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ലഭിക്കുന്നത്. അത് ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ is 5 divided by mean is 50 into 100. അവിടെ നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുന്ന എത്രയാണ്? 10% ആണ് ശരി ഉത്തരം. സോ ഹിയർ ദ റൈറ്റ് ആൻസർ. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 10% is the right answer. അടുത്ത ചോദ്യം ബയോഫിസിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫേസ് കോൺട്രാക്ട് മൈക്രോസ്കോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോസ്കോപ്പി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്, പ്രത്യേകിച്ച് ഫേസ് കോൺട്രാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. A phase contrast microscope is used to option localize cell structure stained with fluorochrome to study cell and components in a living state using a phase difference in light rays. Option C for increasing resolving power. Option D for obtaining X-ray diffraction pattern of DNA. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. സോ ഫേസ് കോൺട്രാക്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ലൈവ് സ്റ്റേറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്ന മൈക്രോസ്കോപ്പ് ആണ്. അവിടെ സ്റ്റെയിൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് ബയോഇൻഫർമാറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കോംപ്രിഹെൻസീവ് ഡാറ്റാബേസ് വിച്ച് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ഓൺഗോയിങ് ജീനോം പ്രൊജക്ട് വേൾഡ് വൈഡ്. സോ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. GOLD, that means genomic online database is the right answer. അതിന്റെ ഫുൾ ഫോം ആണ് genomic online database. അടുത്ത ചോദ്യം പ്ലിയോട്രോപിക് ജീൻസ് എന്താണെന്നുള്ളതാണ്. സോ പ്ലിയോട്രോപിക് ജീൻസ് ആർ ഓപ്ഷൻസ് ഓർഫൻ ജീൻസ് ഫോർ വിച്ച് നോ സ്പെസിഫിക് ഫംഗ്ഷൻ ക്യാൻ ബി അസൈൻഡ്. ഓപ്ഷൻ ബി ജീൻസ് വിച്ച് ആർ ഹൈലി സ്പെസിഫിക് ആൻഡ് കൺസർവ്ഡ് അക്രോസ് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം. Option C jumping genes that are easily transposed from one chromosome to another. Option D those which are expressed in different ways in different tissues and at different times of development. Option D ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സോ പ്ലിയോട്രോപിക് ജീൻസ് എന്ന് പറയുന്നത് ഒരു ജീൻ തന്നെ മൾട്ടിപ്പിൾ ട്രേറ്റ്സിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വൺ ജീൻ തന്നെ അവിടെ ഡിഫറെൻറ്റ് ട്രേറ്റ്സ് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ചിലപ്പോൾ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് ഐ റിലേറ്റഡ് ആയിരിക്കാം,
മറ്റൊന്ന് ഹെയർ റിലേറ്റഡ് ആയിരിക്കാം, മറ്റൊന്ന് ലൈക്ക് ഏതെങ്കിലും ഒരു ഇന്റേണൽ ഓർഗനിലായിരിക്കും അത് എഫക്ട് ചെയ്യുന്നത്. സോ അൺറിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ട്രേറ്റ്സിനെ അത് കൺട്രോൾ ചെയ്യുന്നതാണ് പ്ലിയോട്രോപ്പിക് എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം എവല്യൂഷൻ യൂറി മില്ലർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദീസ് കെമിക്കൽസ് വർ യൂസ്ഡ് ഇൻ യൂറി മില്ലർ എക്സ്പെരിമെന്റ്? ഓപ്ഷൻ മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ. അടുത്ത ഓപ്ഷൻ നൈട്രജൻ, ഹൈഡ്രജൻ, അമോണിയ ആൻഡ് വാട്ടർ. നെക്സ്റ്റ് ഓപ്ഷൻ മീത്തേൻ, ഹൈഡ്രജൻ, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ, സൾഫർ, മീത്തേൻ ആൻഡ് വാട്ടർ. ഡയറക്റ്റ് ചോദ്യമാണ്. ശരി ഉത്തരം ഏതാണ്? മീത്തേൻ, ഹൈഡ്രജൻ, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ മോളിക്കുലർ ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എ പ്രോട്ടീൻ വിത്ത് 306 അമിനോ ആസിഡ്സ് വാസ് ഡിസ്കവേർഡ് ടു ഹാവ് പ്രീ mRNA വിത്ത് 120 ന്യൂക്ലിയോടൈഡ്സ് ആസ് ഇൻട്രോൺ സീക്വൻസസ്. ദ ലെങ്ത് ഓഫ് കറസ്പോണ്ടിങ് ജീൻ വിൽ ബി അപ്രോക്സിമേറ്റ്ലി. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 306 അമിനോ ആസിഡ്സ് അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ 120 ന്യൂക്ലിയോടൈഡ്സ് ഇൻട്രോൺ ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് കറസ്പോണ്ടിങ് ജീൻ ആണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത്, ഒരു അമിനോ ആസിഡ് ഫോം ചെയ്യാനായിട്ട് അവിടെ എത്ര ബേസസ് വേണം? 3 ബേസസ് ആണ് അവിടെ വേണ്ടത് അല്ലേ? ലൈക്ക് ഉദാഹരണത്തിന് AUG, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ വരുന്നുണ്ട്. ഇറ്റ് കോഡ്സ് ഫോർ അമിനോ ആസിഡ് മെത്തിയോണിൻ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഒരു അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അവിടെ 3 ബേസസ് ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 306 അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ 306 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 918 നമുക്ക് ലഭിക്കും. അത്രയും ബേസസ് അല്ലെങ്കിൽ അത്രയും ന്യൂക്ലിയോടൈഡ്സ് അവിടെ ഉണ്ട് അല്ലേ? ഇനി ചോദ്യത്തിൽ കൊടുത്തിരുന്നത് 120 ന്യൂക്ലിയോടൈഡ്സ് ഇൻട്രോൺ ആയിട്ട് അവിടെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻട്രോൺസ് എന്ന് പറയുന്നത് നോർമലി അത് സ്പ്ലൈസ് ചെയ്ത് കളയപ്പെടുന്ന ഭാഗമാണ്. സോ ലെങ്ത് ഓഫ് കറസ്പോണ്ടിങ് ജീൻ ചോദിക്കുമ്പോൾ ഈ 120 ന്യൂക്ലിയോടൈഡ്സും അവിടെ ഇൻക്ലൂഡഡ് ആവണം. അതായത് ഓൾറെഡി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത 918 പ്ലസ് 120 കൂടി അവിടെ വരണം. സോ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? 1038 ആവും ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 1038 ന്യൂക്ലിയോടൈഡ് ഇസ് റൈറ്റ് ആൻസർ. അപ്പം എങ്ങനെയാണ് ഇത് ലഭിച്ചതെന്ന് ക്ലിയർ ആയാലും ഒന്നുകൂടി പറയാം. ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത് അവിടെ 3 ബേസസ് ആണ് വരുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് AUG, മെത്തിയോണിൻ അല്ല 3 എണ്ണം വരുന്നുണ്ട്. സോ 306 അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അവിടെ 918 അത്രയും ന്യൂക്ലിയോടൈഡ്സ് വരുന്നുണ്ട്. ദെൻ ഓൾറെഡി 120 ന്യൂക്ലിയോടൈഡ്സ് ഇൻട്രോൺ സീക്വൻസ് എന്ന് പറയുന്നുണ്ട്. ഇൻട്രോൺ സീക്വൻസും അതും കൂടി കൂട്ടുമ്പോഴാണ് ഒരു ജീനിന്റെ കറസ്പോണ്ടിങ് ആ ലെങ്ത് ഇൻട്രോണും കൂടി അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. സ്പ്ലൈസിംഗിന്റെ സമയത്ത് ഇൻട്രോൺസ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് ജീനിന്റെ ആദ്യം ഉണ്ടായിരുന്ന ജീനിന്റെ ഭാഗം തന്നെയായിരുന്നു അല്ലെ? അപ്പൊ അതും കൂടി നമുക്ക് അവിടെ കൂട്ടേണ്ടതുണ്ട്. സോ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, മെയിൽ ഇൻഡ്യൂസ്ഡ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ഇസ് നോൺ ആസ് ബ്രൂസ് എഫക്ട്, ഫെൽമൻ, വാണ്ടർബർഗ് എഫക്ട്, വൈറ്റൻ എഫക്ട്. ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കാം, ബ്രൂസ് എഫക്ട്. It's a phenomenon where a pregnant female will lose the pregnancy if she is exposed to different male within 24 hours of impregnation. ഒരു pregnant female when she is exposed to a different male within 24 hours of impregnation and that particular pregnant female will lose the pregnancy എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉത്തരം അവിടെ ലഭിച്ചു. മെയിൽ ഇൻഡ്യൂസ്ഡ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്നല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രൂസ് എഫക്ട് തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കാം. Flamen, behavioral response found in many male mammal when they detect particular smell from female, characterized by curling of upper lip and raising of head. ഒരു ഫീമെയിലിന്റെ സ്മെല്ല് ലഭിക്കുമ്പോൾ, ഒരു ഫിറോമോൺസിന്റെ സ്മെല്ല് ലഭിക്കുമ്പോൾ മെയിൽ മാമൽസിൽ കാണുന്ന ചില ബിഹേവിയറൽ റെസ്പോൺസസ് ആണ്. എക്സാമ്പിൾ ലൈക്ക് കേളിംഗ് ഓഫ് അപ്പർ ലിപ്പ്, റൈസിംഗ് ഓഫ് ഹെഡ്. വാണ്ടർബർഗ് എഫക്ട് നോക്കുക. ഇൻഡക്ഷൻ ഓഫ് ഏർലി മെനാർക്ക് ഇൻ മൈസ് ഡ്യൂ ടു എക്സ്പോസർ ടു യൂറിൻ ഓഫ് മെച്യൂർ ഡോമിനന്റ് മെയിൽ മൗസ്. അതേപോലെ തന്നെ വൈറ്റൻ എഫക്ട്. വൈറ്റൻ എഫക്ട് വിച്ച് ഈസ് ദി എഫക്ട് ഓഫ് അഡൽട്ട് മെയിൽ യൂറിൻ ടു ഇൻഡ്യൂസ് ആൻഡ് സിൻക്രണൈസ് ഈസ്ട്രസ് ഇൻ ഫീമെയിൽ മൈസ്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ബ്രൂസ് എഫക്ട് ആണ്. അടുത്തൊരു ചോദ്യം ഇമ്മ്യൂണോളജിയിൽ നിന്നാണ്. ഇമ്മ്യൂണോളജിയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു റിപ്പീറ്റിംഗ് ഏരിയ ആണ് MHC എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം റോൾ ഓഫ് ക്ലാസ് 2 MHC ജീൻസ്, അതിന്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ്. ഓപ്ഷൻ A, എൻകോഡ്സ് ഗ്ലൈക്കോപ്രോട്ടീൻ എക്സ്പ്രസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസ്. ഓപ്ഷൻ B, എൻകോഡ് ഗ്ലൈക്കോപ്രോട്ടീൻ എക്സ്പ്രസ് പ്രൈമറിലി ഓൺ ആന്റിജൻ പ്രസന്റിംഗ് സെൽ.
Option C, it encodes secretory products associated with complement system. And option D, it is associated with proteins involved in inflammation. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ റോൾ ഓഫ് ക്ലാസ് 2 MHC ആണ്. സോ ഇറ്റ് എൻകോഡ്സ് ഗ്ലൈക്കോപ്രോട്ടീൻ ദാറ്റ് എക്സ്പ്രസ് പ്രൈമർലി ഓൺ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ. അപ്പോൾ ഈ ഒരു ക്ലാസ് 2 MHCനെ പ്രൊഫഷണൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇവർ എല്ലാ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിലും കാണുന്നുണ്ട്. പ്രൊഫഷണൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എന്നാണ് പറയുന്നത് ബിക്കോസ് അവർ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിലാണ് പ്രൈമറിലി കാണുന്നത്. അതേപോലെ തന്നെ ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസിൽ കാണുന്ന MHC എന്ന് പറയുന്നത് MHC 1 ആയിരിക്കും. അപ്പോൾ MHC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം കാണാറുള്ളതാണ്. അടുത്തൊരു ചോദ്യം മൈക്രോബയോളജിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ഡിസീസും അതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റും കൊടുത്തിട്ടുണ്ട്. പ്ലേഗ്, ടെറ്റനസ്, ടൈഫോയിഡ്, സിഫിലിസ്, കോസേറ്റീവ് ഏജന്റ് ക്ലോസ്ട്രീഡിയം, സാൽമണല്ല സ്പീഷീസ്, ട്രിപ്പോനമ, യെർസീനിയ പെസ്റ്റിസ്. ഇത് ഈസിയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേഗ് ഏതാണ്? 4 ആണ്. യെർസീനിയ പെസ്റ്റിസ് വരും. ടെറ്റനസ് ആണെങ്കിൽ ക്ലോസ്ട്രീഡിയം ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ടൈഫോയിഡ് ഇറ്റ് ഈസ് സാൽമണല്ല. സിഫിലിസ്, ട്രിപ്പോനമ. ഇതിൽ സിഫിലിസ് പോലെയുള്ള ചോദ്യങ്ങളൊക്കെ അല്ലാത്ത രീതിയിൽ തന്നെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ A4, B1, C2, D3 is the right answer. The next question match the following ആണ്. നൈട്രജൻ സൈക്കിൾ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നൈട്രജൻ ഫിക്സേഴ്സ് കൊടുത്തിട്ടുണ്ട്. മിനറലൈസേഷൻ, നൈട്രിഫൈങ് ബാക്ടീരിയ, ഡീനൈട്രിഫിക്കേഷൻ. അടുത്ത ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്യൂഡോമോണാസ്, അമോണിഫൈങ് ബാക്ടീരിയ, നോസ്റ്റോക്ക്, നൈട്രോസോമോണാസ്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനായിട്ട് നൈട്രജൻ ഫിക്സേഴ്സ് ഇതിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നത് നോസ്റ്റോക്ക് ആണ്. ദെൻ മിനറലൈസേഷൻ ദ റൈറ്റ് ആൻസർ കറക്റ്റായിട്ട് തന്നെയാണ് അമോണിഫൈങ് ബാക്ടീരിയ. ദെൻ നൈട്രിഫൈങ് ബാക്ടീരിയ ശരി ഉത്തരമായിട്ട് വരുന്നത് നൈട്രോസോമോണാസ് ആണ്. ഡീനൈട്രിഫിക്കേഷൻ ശരി ഉത്തരമായിട്ട് വരുന്നത് D1 ആണ്, സ്യൂഡോമോണാസ്. അപ്പോൾ ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് A3, B2, C4 ആൻഡ് D1. ഈ ഒരു ചോദ്യം ബയോകെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടാണ്. ക്രെബ്സ് സൈക്കിൾ ആണ് ടോപ്പിക്ക്. അപ്പോൾ നോർമലി ക്രെബ്സ് സൈക്കിൾ എന്ന ചോദ്യമൊക്കെ വരാറുള്ളത് അതിൻ്റെ സ്റ്റെപ്സ്, എൻസൈം റിലേറ്റഡ്, നെറ്റ് ATP പ്രൊഡക്ഷൻ ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ നെയിംസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഐസോസിട്രേറ്റ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ്, ഓക്സാലോ അസിറ്റേറ്റ്, സിട്രേറ്റ് ഇതെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നെയിം കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ A നോക്കുക. A എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സിട്രേറ്റ്. അടുത്തെന്ന് പറയുമ്പോൾ അത് ഐസോസിട്രേറ്റ് ആണ്. രണ്ടിൻ്റെയും സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയല്ലേ വരുന്നത്. ദെൻ അടുത്തത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് ഇറ്റ് ഈസ് ഓക്സാലോ അസിറ്റേറ്റ് ആണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. A സിട്രേറ്റ്, B ഐസോസിട്രേറ്റ്, C ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആൻഡ് D ഓക്സാലോ അസിറ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെവലപ്മെന്റൽ ബയോളജി ആണ്. ടൈപ്സ് ഓഫ് ബ്ലാസ്റ്റുല ബേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റുല ഇസ് സീൻ ഇൻ ഇൻസെക്ട്. ഇൻസെക്റ്റിന്റെ ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാസ്റ്റുല ടൈപ്പിലെല്ലാം ഇൻസെക്ട് റിലേറ്റഡ് ചോദ്യം ഏതാണ് ഇൻസെക്റ്റിൽ കാണുന്ന ബ്ലാസ്റ്റുല ടൈപ്പ് എന്നുള്ളത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സീലോബ്ലാസ്റ്റുല ഉണ്ട്, സ്റ്റീരിയോബ്ലാസ്റ്റുല ഉണ്ട്, ഡിസ്കോബ്ലാസ്റ്റുല, പെരിബ്ലാസ്റ്റുല. ശരി ഉത്തരം ഏതാണ്? ഇൻസെക്റ്റിന്റെ കേസിൽ ദ ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റുല വിൽ ബി പെരിബ്ലാസ്റ്റുലയാണ്. ഇനി അടുത്തൊരു ചോദ്യം പ്ലാസെന്റൽ ടൈപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദീസ് പ്ലാസെന്റ ഇസ് സീൻ ഇൻ പ്രൈമേറ്റ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രൈമേറ്റ്സിൽ കാണുന്ന പ്ലാസെന്റൽ ടൈപ്പ് ഏതാണെന്നാണ്. ഓപ്ഷൻ സൂപ്പർഫിഷ്യൽ ആൻഡ് നോൺ ഡെസ്യൂഡസ് പ്ലാസെന്റ, ഓപ്ഷൻ ബി ഇന്റർസ്റ്റീഷ്യൽ ആൻഡ് നോൺ ഡെസ്യൂഡസ് പ്ലാസെന്റ, ഓപ്ഷൻ സി ഇന്റർസ്റ്റീഷ്യൽ ആൻഡ് ഡെസ്യൂഡസ് പ്ലാസെന്റ, ഓപ്ഷൻ ഡി ഡിഫ്യൂസ് ആൻഡ് നോൺ ഡെസ്യൂഡസ് പ്ലാസെന്റ. സോ പ്രൈമേറ്റ്സിൽ കാണുന്ന പ്ലാസെന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർസ്റ്റീഷ്യൽ ആൻഡ് ഡെസ്യൂഡസ് പ്ലാസെന്റ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം എവല്യൂഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഹോമോലോഗസ് ഓർഗൻസ. ഓപ്ഷൻസ് വന്നിരിക്കുന്ന സിമിലർ ഇൻ ഒറിജിൻ ബട്ട് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ, ദെൻ സിമിലർ ഇൻ ഒറിജിൻ, സിമിലർ ഇൻ ഫംഗ്ഷൻ, ഡിസിമിലർ ഇൻ ഒറിജിൻ, സിമിലർ ഇൻ ഫംഗ്ഷൻ, ഡിസിമിലർ ഇൻ ഒറിജിൻ ബട്ട് ഡിസിമിലർ ഇൻ ഫംഗ്ഷൻ. ഇത് നമുക്കൊരു ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. എന്താണ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്? ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു സ്ട്രക്ചർ ഏതാണ്? അനലോഗസ് സ്ട്രക്ചർ. ഹോമോലോഗസ് സ്ട്രക്ചർ മീൻസ് ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഒരു ലിസാർഡ്
ബേർഡ്, ദെൻ വെയിൽ, അതേപോലെ തന്നെ ഹ്യൂമൻ. ഇത് നോക്കുവാണെങ്കിൽ ഇവരുടെ ഒറിജിൻ എല്ലാം സിമിലർ ആണ്, പക്ഷേ ഫങ്ഷൻസ് എല്ലാം ഡിസിമിലർ ആണ് അല്ലെ. കാരണം ബേർഡ്സ് ആണെങ്കിലും ഹ്യൂമൻസ് ആണെങ്കിലും സിമിലർ ഒറിജിൻ ഉണ്ടെങ്കിലും പല ഏരിയാസിലാണ് അല്ലെ. ബേർഡ്സ് ഏരിയയിൽ, വെയിൽ അക്വാട്ടിക്, ആ ഒരു രീതിയിലുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻ ആണ്. അതേപോലെ തന്നെ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ്, പക്ഷേ സിമിലർ ഇൻ ഫങ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നോക്കാം, വെയിൽ, ടേർട്ടിൽ, ഫിഷ്, പെൻഗ്വിൻ. ഇവരുടെ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്, പക്ഷെ ഇവരുടെ ഫങ്ഷൻ എല്ലാം സിമിലർ ആണ്, ബിക്കോസ് എല്ലാവരും തന്നെ അക്വാട്ടിക് ആണ്. സോ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഡിസിമിലർ ഇൻ ഫങ്ഷൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്, ബിക്കോസ് അവർ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. അതേപോലെ തന്നെ അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് സിമിലർ ആണ്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം, പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. Which of the following pairs of amino acids are glucogenic and ketogenic in nature? അപ്പോൾ ഗ്ലൂക്കോജനിക്കും ആയിരിക്കണം, കീറ്റോജനിക്കും ആയിരിക്കണം. ഓപ്ഷൻ അലാനിൻ ലൈസിൻ, ലൈസിൻ ലൂസിൻ, ഐസോലൂസിൻ ഫീനൈൽ അലാനിൻ, ആസ്പാർട്ടേറ്റ് ലൈസിൻ. ഇവിടുത്തെ ശരി ഉത്തരം ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് എന്ന് പറയുമ്പോൾ ഐസോലൂസിൻ ഉണ്ട്, അതേപോലെ തന്നെ ഫീനൈൽ അലാനിൻ ഉണ്ട്. അടുത്തൊരു ചോദ്യം, ഫെർട്ടിലൈസേഷൻ ഇൻ സീ അർച്ചിൻ എഗ്സ് ഇൻവോൾവ് കാൽഷ്യം റിലീസ് ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫോർ കോർട്ടിക്കൽ ഗ്രാന്യൂൾ റിയാക്ടിവേഷൻ. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇതിൽ കോർട്ടിക്കൽ ഗ്രാന്യൂൾ എല്ലാം ഡെവലപ്മെന്റൽ ബയോളജിയിൽ വന്ന ഭാഗങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യമാണ്. സോ ഫെർട്ടിലൈസേഷൻ ഇൻ സീ അർച്ചിൻ ഇൻവോൾവ്സ് കാൽഷ്യം റിലീസ് ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽഷ്യം റിലീസ് ചെയ്യുമ്പോഴാണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾ ആക്ടിവേഷൻ അവിടെ സംഭവിക്കുന്നത്. ആൻഡ് ദ മേജർ മോളിക്യൂൾ റെസ്പോൺസിബിൾ ഫോർ റിലീസിംഗ് കാൽഷ്യം ഫ്രം ദി ഇൻട്രാ സെല്ലുലാർ സ്റ്റോർ, അതായത് കാൽഷ്യം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് റിലീസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മേജർ മോളിക്യൂൾ ഏതാണ്? ഓപ്ഷൻസിൽ സോണപെല്ലിസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്, പ്രോട്ടമൈൻസ്, ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് ആൻഡ് എൻ-അസറ്റൈൽ ഗ്ലൂക്കോസമിനിഡേസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ശരി ഉത്തരം ഏതാണ്? ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇമ്മ്യൂണോളജി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്സ് ആണ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതിന്റെ ഫങ്ഷൻസ്. സോ ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് റിസൾട്ട് ഇൻ ഹിസ്റ്റമിൻ റിലീസ് ആണ് ചോദ്യം. ഓപ്ഷൻസ് IgA, IgE, IgG, IgM. ഇത് വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹിസ്റ്റമിൻ റിലീസ് എന്ന് പറയുന്നത് എപ്പോഴും അലർജിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, അലർജിക് റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഹിസ്റ്റമിൻ റിലീസ് സംഭവിക്കുന്നത്. സോ അലർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgE ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ദെൻ IgA എന്ന് പറയുമ്പോൾ ബോഡി സെക്രേഷൻസ് ലൈക്ക് കൊളസ്ട്രം പോലെയുള്ള സെക്രേഷൻസിലൊക്കെ ആയിരിക്കും IgA കാണുന്നത്. IgG പ്ലാസെന്റൽ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ. IgM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെൻഡാമറിക് ആണ് അല്ലെ, ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അങ്ങനെയുള്ള അതിന്റെ സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസും ഫംഗ്ഷൻ റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻഡ് ദിയർ ഫങ്ഷൻസ്. ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സ് ആണ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഉത്തരമായിട്ട് പറയേണ്ടത്. ഓപ്ഷൻസ് ആയിട്ട് നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് ബൊട്ടാനിക്കൽ ഗാർഡൻ. സോ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും അല്ലെ, ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നാഷണൽ പാർക്സും ബയോസ്ഫിയർ റിസർവും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒരു ആനിമലിനെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ്, പക്ഷെ ബൊട്ടാനിക്കൽ ഗാർഡൻ അങ്ങനെയല്ല. സോ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ. ബാക്കിയുള്ള 3 ഓപ്ഷൻസും ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. അടുത്തൊരു ടോപ്പിക് മോളിക്കുലർ ബയോളജിയിൽ നിന്നാണ്. റെപ്ലിക്കേഷൻ ഇൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പം അതിൽ പ്രോകാരിയോട്സിലെ ലാഗിംഗ് പ്രൈമേഴ്സ് ആർ റിമൂവ്ഡ് ബൈ, അതാണ് ചോദ്യം. സോ റെപ്ലിക്കേഷനിൽ പ്രൊക്കാരിയോട്സിന്റെ കേസിൽ അവിടെ ലീഡിംഗ് സ്ട്രാൻഡ് ഉണ്ട്, ലാഗിംഗ് സ്ട്രാൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ലാഗിംഗ് സ്ട്രാൻഡിൽ അവിടെ മൾട്ടിപ്പിൾ പ്രൈമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈമേഴ്സ് എല്ലാം ഫൈനലി റിമൂവ് ചെയ്യുന്നത് ഏത് എൻസൈമാണ്? ഓപ്ഷൻസ് 3', 5' എക്സോന്യൂക്ലിയസ്, DNA polymerase 1, DNA polymerase 3, DNA ligase. ശരി ഉത്തരം എന്ന് പറയുന്നത് DNA polymerase 1 ആണ്. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം,
ഓക്സി ഹീമോഗ്ലോബിൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ. ചോദ്യം ഇങ്ങനെയാണ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ കർവ് ഇസ് നോട്ടീസ്ഡ് അണ്ടർ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്, ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പി എച്ച്, ലോ പി എച്ച് ആൻഡ് ഹൈ ടെമ്പറേച്ചർ, ലോ പി എച്ച് ആൻഡ് ലോ ടെമ്പറേച്ചർ. അപ്പം ഇവിടെ ഈ ഗ്രാഫ് നോക്കുക. ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ റൈറ്റ് ഷിഫ്റ്റും ലെഫ്റ്റ് ഷിഫ്റ്റും അതിൻ്റെ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലെഫ്റ്റ് ഷിഫ്റ്റ് ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ കർവ് നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ടെമ്പറേച്ചർ അവിടെ ഡിക്രീസ്ഡ് ആണ്, ഡിക്രീസ്ഡ് 2-3 DPG, ദെൻ ഡിക്രീസ്ഡ് H+. അപ്പം ഇവിടെ നമുക്ക് ഏതായിരിക്കും ശരി ഉത്തരമായിട്ട് വരുന്നത്? ഇപ്പം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ആണ്. അപ്പം ലോ ടെമ്പറേച്ചർ ആണ്. സോ ലോ ടെമ്പറേച്ചർ ഇവിടെ ഓപ്ഷൻസിലുണ്ട്. അതേപോലെ തന്നെ പി എച്ച് എന്തായിരിക്കും? പി എച്ച് ഹൈ ആയിരിക്കുമോ ലോ ആയിരിക്കുമോ? അപ്പം ഇവിടെ ഡിക്രീസ്ഡ്, ലെഫ്റ്റ് ഷിഫ്റ്റിൽ ഡിക്രീസ്ഡ് H+ പറഞ്ഞിട്ടുണ്ട്. ഡിക്രീസ്ഡ് H+ എന്ന് പറയുമ്പോൾ ദ ടെമ്പറേച്ചർ വിൽ ബി, അവിടെ പി എച്ച് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, ഹൈ പി എച്ച് ആയിരിക്കും അവിടെ വരുന്നത്. സോ നമ്മുടെ ശരി ഉത്തരം ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പി എച്ച് ആണ്. അതെ, റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് H+ ആണ്. ഇൻക്രീസ്ഡ് H+ എന്ന് പറയുമ്പോൾ അവിടെ ലോ പി എച്ച് ആണ് വരേണ്ടത്.